അയ്യനടി തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പേട് എഴുതിക്കൊടുത്ത വർഷം AD 849. വേണാട് നാടുവാഴിയായിരുന്ന അയ്യനടി തിരുവടികൾ AD 849 ൽ തരിസാപ്പള്ളി ചെപ്പേട് പുറപ്പെടുവിച്ചു. കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രേഖയാണിത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴിയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് IK കുമാരൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ത്യാഗവും നേതൃത്വവും കാരണം മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? വില്യം ഹാർവി. ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെക്കുറിച്ച് വില്യം ഹാർവി 1628 ൽ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചു. ഇത് വൈദ്യശാസ്ത്രരംഗത്ത് വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കി. മുഗൾ സാമ്രാജ്യ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആര്? ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. ഡൽഹിയിലെ ഷാജഹാനാബാദ് നഗരം അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. മറാഠ വംശമായ സിന്ധ്യ എവിടെയാണ് ഭരിച്ചിരുന്നത്? ഗ്വാളിയോർ. സിന്ധ്യ രാജവംശം മറാഠ കോൺഫെഡറസിയിലെ ഒരു പ്രമുഖ കുടുംബമായിരുന്നു. അവർ മധ്യേന്ത്യയിലെ ഗ്വാളിയോറിലാണ് ഭരണം നടത്തിയിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ ഒ ചന്തുമേനോൻ പ്രസിദ്ധപ്പെടുത്തിയ വർഷം AD 1889. ഒ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്നു. 1889 ഇത് പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക മാർത്താണ്ഡവർമ്മ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയാണ്. തിരുവിതാംകൂർ ചരിത്രത്തെ ആസ്പദമാക്കിയുള്ള ഒരു മികച്ച രചനയാണിത്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ താവളമുറപ്പിച്ച വർഷം AD 1725. മയ്യഴിയുടെ ചരിത്രത്തിൽ ഫ്രഞ്ച് ഭരണത്തിന് തുടക്കം കുറിച്ചത് 1725 ൽ അവർ അവിടെ താവളമുറപ്പിച്ചതോടെയാണ്. ഈ പ്രദേശം പിന്നീട് ഫ്രഞ്ച് ഇന്ത്യയുടെ ഭാഗമായി. 1734 ൽ കൊട്ടാരക്കര പിടിച്ചെടുത്ത് തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. 1734 ൽ കൊട്ടാരക്കരയെ അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് കൂട്ടിച്ചേർത്തു. കരികാലൻ 1-ാം ശതകത്തിൽ കാവേരിയിൽ പണികഴിപ്പിച്ച കല്ലണയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. അത് ഏത് നദിയിലാണ്? കാവേരി. കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലണ അഥവാ ഗ്രാൻഡ് അനിക് കരികാല ചോളനാണ് നിർമ്മിച്ചത്. 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ഇന്നും നിലവിലുണ്ട്. മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം 1969. 1969 ൽ മദ്രാസ് സംസ്ഥാനം തമിഴ്നാട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത് സംസ്ഥാനത്തിന്റെ തമിഴ് സ്വത്വത്തെ അംഗീകരിക്കുന്ന ഒരു സുപ്രധാന തീരുമാനമായിരുന്നു. രണ്ടാം താനേശ്വർ യുദ്ധത്തിൽ 1192 പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് ഡൽഹിയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട ആക്രമണകാരിയാര്? മുഹമ്മദ് ഗോറി. 1192 ൽ നടന്ന രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകി. അച്ചടി ആരംഭിച്ച രാജ്യം ചൈന. ലോകത്ത് ആദ്യമായി അച്ചടി വികസിപ്പിച്ചത് ചൈനയിലാണ്. തടി ബ്ലോക്കുകൾ ഉപയോഗിച്ചുള്ള അച്ചടി സമ്പ്രദായം ആദ്യമായി ചൈനയിൽ നിലവിൽ വന്നു. മൂവബിൾ ടൈപ്പ് ഉപയോഗിച്ച് അച്ചടിയന്ത്രത്തിലൂടെ അച്ചടി ആരംഭിച്ച രാജ്യം ജർമ്മനി. മൂവബിൾ ടൈപ്പ് ഉപയോഗിച്ച് ആധുനിക അച്ചടിയന്ത്രം വികസിപ്പിച്ചത് ജർമ്മനിയിലെ യോഹാൻസ് ഗുട്ടൻബർഗ് ആണ്. ഇത് അച്ചടി വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. 1940 ൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ നയിച്ച വിൻസ്റ്റൺ ചർച്ചിലിനെയാണ് 1940 ൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമോപഗ്രഹം ഭാസ്കര 2.
ഇന്ത്യയുടെ രണ്ടാമത്തെ പരീക്ഷണാത്മക ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ഭാസ്കര 2. 1981-ൽ ഇത് വിക്ഷേപിച്ചു. കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ: തട്ടേക്കാട്, മംഗളവനം. കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളാണ് എറണാകുളം ജില്ലയിലെ തട്ടേക്കാടും കൊച്ചി നഗരത്തിലുള്ള മംഗളവനവും. ഈ സങ്കേതങ്ങൾ വിവിധയിനം പക്ഷികളുടെ ആവാസകേന്ദ്രങ്ങളാണ്. അശോക ചക്രവർത്തിയുടെ പിതാവ് ആര്? ബിന്ദുസാരൻ. മൗര്യസാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ ബിന്ദുസാരന്റെ പുത്രനാണ് അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനുമാണ് ബിന്ദുസാരൻ. അമോണിയ വാതകം കണ്ടുപിടിച്ചത് ആര്? ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനായ ജോസഫ് പ്രീസ്റ്റ്ലി അമോണിയ വാതകവും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്താണ് ദിവാഹി ഭാഷ സംസാരിക്കുന്നത്? മാലിദ്വീപ്. മാലിദ്വീപിലെ ഔദ്യോഗിക ഭാഷയാണ് ദിവാഹി, ദിവേഹി. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവിയുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം? സിക്കിം. 1974-ലെ 35-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിക്കിമിന് ഒരു അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി ലഭിച്ചു. പിന്നീട് 1975-ലെ 36-ാം ഭേദഗതിയിലൂടെ പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു. ഇന്ത്യയിൽ സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ നഗരം? തഞ്ചാവൂർ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സംഗീതോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രശസ്തമാണ്. തഞ്ചാവൂർ വീണ ഇതിന് ഉദാഹരണമാണ്. മൂന്നാം ബുദ്ധമത സമ്മേളനത്തിന്റെ രക്ഷാധികാരി ആരായിരുന്നു? അശോകൻ. മൗര്യചക്രവർത്തിയായ അശോകന്റെ രക്ഷാകർതൃത്വത്തിൽ പാടലീപുത്രത്തിൽ വെച്ചാണ് മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്നത്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ആര്? ഡോക്ടർ ഇ.ആർ. മേനോൻ. 1957-ൽ ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്നു ഡോക്ടർ ഇ.ആർ. മേനോൻ. ഇന്ത്യയുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? ബാംഗ്ലൂർ. നിരവധി ഉദ്യാനങ്ങളും പൂന്തോട്ടങ്ങളും ഉള്ളതിനാൽ ബാംഗ്ലൂർ ഇന്ത്യയുടെ ഉദ്യാനം എന്നറിയപ്പെടുന്നു. ഇത് കർണാടകയുടെ തലസ്ഥാനമാണ്. അശോകസ്തംഭത്തിലെ ലിഖിതങ്ങൾ ഏത് ലിപിയിലാണ്? ബ്രാഹ്മി. അശോക ചക്രവർത്തിയുടെ സ്തംഭങ്ങളിലും ശിലാലിഖിതങ്ങളിലുമുള്ള പ്രധാന ലിപി ബ്രാഹ്മിയാണ്. ഈ ലിപിക്ക് പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത്? ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തെയാണ് കേരളത്തിലെ പഴനി എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാഭാഗം? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അതിന്റെ ലക്ഷ്യങ്ങളെയും തത്വങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇത് ഭരണഘടനയുടെ അന്തസ്സത്ത വ്യക്തമാക്കുന്നു. അശോകചക്ര നേടിയ ആദ്യ വനിത? കമലേഷ് കുമാരി. അശോകചക്ര ലഭിച്ച ആദ്യ വനിതയാണ് കമലേഷ് കുമാരി. 2001-ലെ പാർലമെന്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ബി.എസ്.എഫ്. ഉദ്യോഗസ്ഥയായിരുന്നു അവർ. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം? മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ സർവീസ് ആരംഭിച്ചത് 1853-ൽ മുംബൈയിൽ നിന്നാണ്. ബോറിബന്ദർ മുതൽ താനെ വരെയായിരുന്നു ആദ്യ യാത്ര. ബ്രഹ്മോസ് എയ്റോസ്പേസ് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ യൂണിറ്റ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മോസ് മിസൈൽ ഇവിടെ നിർമ്മിക്കുന്നു. ലോകമഹായുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിച്ച ഭൂഖണ്ഡം? യൂറോപ്പ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുടെ പ്രധാന യുദ്ധക്കളും യൂറോപ്പായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ ഭൂഖണ്ഡത്തിലാണ് ഏറ്റവുമധികം ജീവഹാനികൾ സംഭവിച്ചത്. കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേയറ്റത്തേത്? കാസർഗോഡ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി?
രാജീവ് ഗാന്ധി. 40 വയസ്സിൽ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധിയുടെ നിര്യാണത്തിനുശേഷം 1984-ൽ അദ്ദേഹം ഈ പദവിയിലെത്തി. മൂന്നാം ലോകരാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നത് വികസ്വര രാജ്യങ്ങൾ. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെയാണ് മൂന്നാം ലോകരാജ്യങ്ങൾ അഥവാ വികസ്വര രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന. ഭൂമിശാസ്ത്രപരമായും ജനസംഖ്യാപരമായും ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ചൈന സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന നാണ്യവിള റബ്ബർ. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ റബ്ബറിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് കേരളത്തിലെ പ്രധാന നാണ്യവിളകളിൽ ഒന്നാണ്. അശോകന്റെ ശിലാലിഖിതങ്ങളുടെ പൊരുൾ തിരിച്ചറിഞ്ഞ ഗവേഷകൻ ജെയിംസ് പ്രിൻസെപ്പ്. ബ്രാഹ്മി, കരോഷ്ടി ലിപികളിലുള്ള അശോകന്റെ ശിലാലിഖിതങ്ങൾ ജെയിംസ് പ്രിൻസെപ്പ് 1837-ൽ വായിച്ചു. ഇത് മൗര്യചക്രവർത്തി അശോകനെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകി. 1941-ൽ ജപ്പാനെതിരെ യുദ്ധപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. പേൾ ഹാർബർ ആക്രമണത്തിന് മറുപടിയായി 1941-ൽ ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. കേരളത്തിലെ പ്രസിദ്ധമായ തടാകക്ഷേത്രം അനന്തപുരം. കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലുള്ള അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം ഒരു തടാകക്ഷേത്രമാണ്. ഇതിന്റെ സംരക്ഷകൻ ബാബിയ എന്ന മുതലയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള തുറമുഖം തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖമാണ് ഇന്ത്യയുടെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. ആരുടെ അധ്യക്ഷതയിലാണ് 1938-ൽ തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ രൂപം കൊണ്ടത്? പട്ടാഭി സീതാരാമയ്യ. 1938-ൽ പട്ടാഭി സീതാരാമയ്യയുടെ അധ്യക്ഷതയിലാണ് തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ രൂപം കൊണ്ടത്. ഇത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തി. കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് എംഎൽഎ ഇ. ഗോപാലകൃഷ്ണ മേനോൻ. 1949. 1949-ലെ തിരുവിതാംകൂർ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് ടിക്കറ്റിൽ ജയിച്ച ഇ. ഗോപാലകൃഷ്ണ മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എംഎൽഎ. അശോകന്റെ സാമ്രാജ്യത്തിൽ വടക്കുപടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള ശിലാലിഖിതങ്ങളിൽ ഏത് ലിപിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? കരോഷ്ടി. അശോകന്റെ സാമ്രാജ്യത്തിന്റെ വടക്കുപടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണുന്ന ശിലാലിഖിതങ്ങളിൽ കരോഷ്ടി ലിപി ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റു ഭാഗങ്ങളിൽ പ്രധാനമായും ബ്രാഹ്മി ലിപിയാണ്. കേരളത്തിലെ അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം. സാക്ഷരതയിലും പ്രസിദ്ധീകരണ രംഗത്തും കോട്ടയം ജില്ലയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് ഇതിനെ അക്ഷരനഗരം എന്ന് വിശേഷിപ്പിക്കുന്നത്. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ അന്തരിച്ച സ്ഥലം ശ്രാവണബലഗോള. ജൈനമതം സ്വീകരിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ സല്ലേഖനം അനുഷ്ഠിച്ച് കർണാടകയിലെ ശ്രാവണബലഗോളയിൽ വെച്ച് അന്തരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ പുസ്തകമായ മിറാബിലിയ ഡിസ്ക്രിപ്റ്റ രചിച്ചത് ആര്? ഫ്രയർ ജോർദാനസ്. കേരളത്തിലെ സാമൂഹിക സമ്പ്രദായങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യകാല പുസ്തകങ്ങളിലൊന്നാണ് ഫ്രയർ ജോർദാനസ് രചിച്ച മിറാബിലിയ ഡിസ്ക്രിപ്റ്റ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഇസ്രോ ആദ്യത്തെ പരീക്ഷണാത്മക വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ അരിയാൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. 1981-ൽ ഇത് വിക്ഷേപിച്ചു. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്തു പുറപ്പെടുവിക്കുന്നു? റിട്ട്. മൗലികാവകാശങ്ങളുടെ ലംഘനം തടയാനും അവ നടപ്പാക്കാനും സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ഭരണഘടനയുടെ 32-ാം അനുച്ഛേദത്തിലാണ് ഇത് പറയുന്നത്.
1945-ൽ വൈസ്രോയി വേവൽ പ്രഭു ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയ നഗരം സിംല. 1945-ൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വൈസ്രോയി വേവൽ പ്രഭു സിംലയിൽ ഒരു സമ്മേളനം വിളിച്ചുചേർത്തു. ഇത് സിംല കോൺഫറൻസ് എന്നറിയപ്പെടുന്നു. ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം രചിച്ചത്? A.R. രാജരാജവർമ്മ. മഹാകവി കുമാരനാശാൻ തന്റെ ഗുരുവും മലയാള ഭാഷാപണ്ഡിതനുമായ A.R. രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത്? മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഇതിന്റെ നീളം ഏകദേശം 16 കിലോമീറ്ററാണ്. ഡെക്കാനിലെ നദികളിൽ ഏറ്റവും വലുത്? ഗോദാവരി. ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ദക്ഷിണഗംഗ എന്നും ഇത് അറിയപ്പെടുന്നു. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്ഥാപിതമായ വർഷം? 1881. 1881-ൽ സ്ഥാപിതമായ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പർവ്വത റെയിൽവേകളിൽ ഒന്നാണ്. ഇത് യുനെസ്കോ ലോക പൈതൃക സ്ഥലമാണ്. മൗസിന്റെ ഉപജ്ഞാതാവ്? ഡഗ്ലസ് എൻഗൽബാർഡ്. കമ്പ്യൂട്ടർ മൗസ് 1960-കളിൽ കണ്ടുപിടിച്ചത് ഡഗ്ലസ് എൻഗൽബാർഡ് ആണ്. കമ്പ്യൂട്ടർ ഇന്റർഫേസുകളിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തി. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം? യുറേനിയം. പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ ഏറ്റവും ഉയർന്ന അണുഭാരം യുറേനിയത്തിനാണ്. ഇതിന് വലിയ അറ്റോമിക സംഖ്യയും പിണ്ഡവുമുണ്ട്. മണിമേഖല രചിച്ചത് ആര്? സത്തനാർ. സംഘകാലഘട്ടത്തിലെ 5 മഹാകാവ്യങ്ങളിലൊന്നായ മണിമേഖല രചിച്ചത് സീതലൈ സത്തനാർ ആണ്. ഇത് തമിഴ് സാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയാണ്. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല? നുവാൽസ് NUALS. കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാലയാണ് കൊച്ചിയിലുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് NUALS. അണുപ്രസരണം അളക്കുന്ന ഉപകരണം? ഗീഗർ കൗണ്ടർ. അയണൈസിംഗ് റേഡിയേഷന്റെ സാന്നിധ്യം കണ്ടെത്താനും അളക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959-ലെ വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. 1959-ൽ കേരളത്തിലെ EMS സർക്കാരിനെതിരെ നടന്ന സമരത്തെ വിമോചന സമരം എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം? ഇൻസാറ്റ്-1A. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ എൻസാറ്റ് ആദ്യത്തെ ഉപഗ്രഹമാണ് ഇൻസാറ്റ്-1A. ഇത് വാർത്താവിനിമയം, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്? P.T. ചാക്കോ. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് P.T. ചാക്കോ ആയിരുന്നു. 1957-ലെ ആദ്യ മന്ത്രിസഭയുടെ കാലത്തായിരുന്നു ഇത്. അണുവിഭജനത്തിന്റെ പിതാവ്? ഓട്ടോ ഹാൻ. അണുവിഭജനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞരിൽ പ്രധാനിയാണ് ഓട്ടോ ഹാൻ. ആണവോർജ്ജത്തിന്റെ പഠനത്തിൽ ഈ കണ്ടെത്തൽ നിർണായകമായിരുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം? ദീപിക. 1887-ൽ സ്ഥാപിതം. 1887-ൽ ആരംഭിച്ച ദീപിക പത്രമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം. കോട്ടയത്ത് നിന്ന് ഇത് പ്രസിദ്ധീകരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യമന്ത്രി? ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. കാബിനറ്റ് പദവിയിലുള്ള ആദ്യ വനിതാ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട്? മുല്ലപ്പെരിയാർ. പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട്. 1895-ൽ ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്.
1945-ലെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി സർ വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ചിട്ടും 1945-ലെ പൊതുതിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിൻസ്റ്റൺ ചർച്ചിലിന്റെ കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ച് അധികാരത്തിലെത്തി. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് ഏതു വർഷത്തിൽ? AD 1604. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം 1604-ൽ കൊച്ചിയിലെത്തി. ഇത് കേരളത്തിലെ ഡച്ച് സാന്നിധ്യത്തിന് തുടക്കം കുറിച്ചു. ആരുടെ അടിമയായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ വിശ്വസ്തനായ അടിമയും സൈന്യാധിപനുമായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. ഗോറിയുടെ മരണശേഷം ഇദ്ദേഹം ഡൽഹി സുൽത്താനേറ്റിന് അടിത്തറ പാകി. ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ? ദാദാജി കൊണ്ടേവ്. ശിവജിയുടെ വളർത്തച്ഛനും ഭരണ ഉപദേഷ്ടാവും സൈനിക പരിശീലകനുമായിരുന്നു ദാദാജി കൊണ്ടേവ്. ശിവജിയുടെ സ്വഭാവരൂപീകരണത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യമുന ഗംഗാനദിയുടെ ഒരു പ്രധാന പോഷകനദിയാണ്. അണലിവിഷം ബാധിക്കുന്ന ശരീരവ്യൂഹം? രക്തചംക്രമണ വ്യവസ്ഥ. അണലി വിഷം പ്രധാനമായും രക്തചംക്രമണ വ്യവസ്ഥയെയാണ് ബാധിക്കുന്നത്. ഇത് രക്തം കട്ടപിടിക്കുന്നതിനെയും രക്തക്കുഴലുകളെയും ദോഷകരമായി ബാധിക്കുന്നു. അംഗ, പൂർവ എന്നിവ ഏതു മതക്കാരുടെ ഗ്രന്ഥങ്ങളാണ്? ജൈനമതം. അംഗ, പൂർവ എന്നിവ ജൈനമതത്തിലെ പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥസമുച്ചയങ്ങളാണ്. ജൈനമത തത്വങ്ങളും ദർശനങ്ങളും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ശ്രാവണബലഗോളയിലെ പ്രസിദ്ധമായ ഉത്സവം? മഹാമസ്താഭിഷേകം. കർണാടകയിലെ ശ്രാവണബലഗോളയിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമസ്താഭിഷേകം ജൈനമതത്തിലെ ഒരു പ്രധാന ആഘോഷമാണ്. ഗോമതേശ്വര പ്രതിമയുടെ അഭിഷേകമാണിത്. ഗാന്ധിജിയുടെ പിതാവ് വഹിച്ചിരുന്ന ഔദ്യോഗിക പദവി? പോർബന്തറിലെ ദിവാൻ. മഹാത്മാഗാന്ധിയുടെ പിതാവായ കരംചന്ദ് ഗാന്ധി പോർബന്തറിലെ ദിവാൻ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു. ഡൽഹിയിലെ ആദ്യത്തെ ഇന്ത്യാ ചരിത്രത്തിലെയും മുസ്ലിം ഭരണാധികാരി? കുത്തബ്ദീൻ ഐബക്ക്. മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപകനും ഡൽഹിയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയുമായിരുന്നു. ഗാന്ധിജിയുടെ പ്രവർത്തന മേഖലയായിരുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രവിശ്യ? നേറ്റാൾ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ തന്റെ പൊതുപ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നേറ്റാളിലാണ്. വർണ്ണവിവേചനത്തിനെതിരായ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇവിടെ വെച്ചാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി? സർദാർ പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. മണിപ്പൂരിലെ ക്ലാസിക്കൽ നൃത്തരൂപം? മണിപ്പൂരി. ഇന്ത്യയിലെ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒന്നാണ് മണിപ്പൂരി. മണിപ്പൂർ സംസ്ഥാനത്തിന്റെ തനതായ ഈ നൃത്തം ഭക്തിഭാവത്തിന് ഊന്നൽ നൽകുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം? മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ സമർപ്പിത കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് METSAT. പിന്നീട് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്തു. 2002-ൽ ഇത് വിക്ഷേപിച്ചു. ഡൽഹിക്ക് സമീപം കാണുന്ന പ്രശസ്തമായ ഇരുമ്പ് തൂൺ നിർമ്മിച്ചത് ഏതു ഭരണാധികാരിയുടെ കാലത്താണ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഡൽഹിയിലെ മെഹ്റോളിയിലുള്ള പ്രസിദ്ധമായ ഇരുമ്പ് തൂൺ ഗുപ്തകാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും തുരുമ്പ് പിടിച്ചിട്ടില്ല. മൗര്യ ഭരണസംവിധാനത്തിന്റെ മാനുവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗ്രന്ഥം? അർത്ഥശാസ്ത്രം. കൗടില്യൻ അഥവാ ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രം മൗര്യ ഭരണസംവിധാനത്തെക്കുറിച്ചും രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നു. അംബരചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ന്യൂയോർക്ക്.
ലോകത്തിലെ ഏറ്റവും വലിയ അംബരചുംബികളായ കെട്ടിടങ്ങളുള്ളതിനാൽ ന്യൂയോർക്ക് അംബരചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കളമശ്ശേരിയിൽ. കൊച്ചിയിലെ കളമശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ച ടെലികോം ഇൻക്യുബേഷൻ സെന്റർ ഈ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകുന്നു. അഡിസൺസ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒരു ഹോർമോൺ തകരാറാണ് അഡിസൺസ് രോഗം. ഈ ഗ്രന്ഥികൾ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത് കുറയുന്നതാണ് രോഗകാരണം. ഇന്ത്യ ഗവൺമെന്റിന്റെ ധനസഹായത്താൽ നിർമ്മിക്കുന്ന ചുഗ പ്രോജക്ട് ഏത് രാജ്യത്താണ്? ഭൂട്ടാൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെ ഭൂട്ടാനിൽ നിർമ്മിച്ച ഒരു പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് ചുഗ പ്രോജക്ട്. ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യം? കിരിബാട്ടി. പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ കിരിബാട്ടി ലോകഭൂപടത്തിൽ അന്താരാഷ്ട്ര ദിനാങ്കരേഖയ്ക്ക് കിഴക്കായി ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ്. മൗര്യവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി? അശോകൻ. മൗര്യ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രശസ്തനും സ്വാധീനശക്തിയുള്ളവനുമായിരുന്നു അശോകൻ. കലിംഗ യുദ്ധത്തിനുശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും സമാധാനത്തിന്റെ വക്താവായി മാറുകയും ചെയ്തു. കാക്കെ കാക്കെ കൂടവിടെ എന്ന ഗാനം രചിച്ചത് ആര്? ഉള്ളൂർ. മലയാളത്തിലെ പ്രമുഖ കവികളിൽ ഒരാളായ ഉള്ളൂർ എസ്. പരമേശ്വരയ്യരാണ് കുട്ടികളുടെ പ്രശസ്തമായ കാക്കെ കാക്കെ കൂടവിടെ എന്ന ഗാനം രചിച്ചത്. രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി? എം. ജേക്കബ്. എം. ജേക്കബ് രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിരുന്ന ആദ്യത്തെ മലയാളിയാണ്. പിന്നീട് മേഘാലയയുടെ ഗവർണറായും അദ്ദേഹം പ്രവർത്തിച്ചു. വിനാഗിരിയിലെ ആസിഡ്? അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഇതിനാണ് വിനാഗിരിയുടെ പ്രത്യേക മണവും പുളിച്ച രുചിയും നൽകുന്നത്. സംഗീതജ്ഞനായിരുന്ന ഗുപ്തരാജാവ്? സമുദ്രഗുപ്തൻ. ഗുപ്ത ചക്രവർത്തിയായ സമുദ്രഗുപ്തൻ ഒരു മികച്ച സൈനിക മേധാവിയായിരുന്നതുപോലെ തന്നെ സംഗീതത്തിലും താൽപ്പര്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാണയങ്ങളിൽ വീണ വായിക്കുന്ന രൂപം കാണാം. വിപുലമായ രീതിയിൽ നഗരഭരണ സംവിധാനം ഒരുക്കിയ മൗര്യ ഭരണാധികാരി? ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ ശക്തമായ ഒരു കേന്ദ്രീകൃത നഗരഭരണ സംവിധാനം സ്ഥാപിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. രാജ്യസഭാംഗത്തിന്റെ കാലാവധി? 6 വർഷം. രാജ്യസഭയിലെ ഒരംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ വിരമിക്കുകയും പുതിയ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം? കാർബൺ ഡയോക്സൈഡ്. അഗ്നിശമനികളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകമാണ്. ഇത് ഓക്സിജന്റെ ലഭ്യത തടയുകയും തീയണക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇറാനിലെ ഗ്രീൻ സാൾട്ട് പ്രോജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യുറേനിയം സംസ്കരണം. ഇറാനിലെ ഗ്രീൻ സാൾട്ട് പ്രോജക്ട് യുറേനിയം സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഇറാനിലെ ആണവ പരിപാടിയുടെ ഭാഗമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? പി.സി. മഹലനോബിസ്. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. വ്യവസായവൽക്കരണത്തിന് ഈ പദ്ധതി ഊന്നൽ നൽകി. സംഗീതജ്ഞനെന്നും പേരുകേട്ട തിരുവിതാംകൂർ രാജാവ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മ ഒരു മികച്ച സംഗീതജ്ഞനും സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയുമായിരുന്നു. ഇംഗ്ലണ്ടിലെ മതപീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 17ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് കുടിയേറാൻ പോയ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലിന്റെ പേര്? മെയ്ഫ്ലവർ. 1620-ൽ മെയ്ഫ്ലവർ കപ്പലിലാണ് പിൽഗ്രിം ഫാദേഴ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയത്. ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണത്തിന്റെ കണക്ക് നിശ്ചയിക്കുന്നത്? ഭരണഘടന.
ഇന്ത്യൻ ഭരണഘടനയുടെ 91-ാം ഭേദഗതി പ്രകാരം കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം നിയമസഭയുടെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. അഡ്രിയാറ്റിക്കിന്റെ റാണി. വെനീസ്. ഇറ്റലിയിലെ വെനീസ് നഗരം അതിന്റെ കനാലുകളും വാസ്തുവിദ്യയും കാരണം അഡ്രിയാറ്റിക്കിന്റെ റാണി എന്ന് അറിയപ്പെടുന്നു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്നത് ആര്? വുഡ്രോ വിൽസൺ. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് 1914 മുതൽ 1918 വരെ അമേരിക്കയുടെ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആയിരുന്നു. യുദ്ധാനന്തര സമാധാന ശ്രമങ്ങളിലും അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം? സാമവേദം. 4 വേദങ്ങളിൽ ഒന്നായ സാമവേദം പ്രധാനമായും സംഗീതത്തെയും സ്തുതിഗീതങ്ങളെയും കുറിച്ചുള്ളതാണ്. യജ്ഞങ്ങളിൽ ചൊല്ലാനുള്ള മന്ത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി? ഡാന്യൂബ്. ജർമ്മനിയിൽ നിന്ന് ഉത്ഭവിച്ച് 10 യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ്. വിയന്ന, ബുഡാപെസ്റ്റ്, ബെൽഗ്രേഡ് തുടങ്ങിയ തലസ്ഥാന നഗരങ്ങളിലൂടെ ഇത് കടന്നുപോകുന്നു. കാൻഫെഡിന്റെ സ്ഥാപകൻ? പി.എൻ. പണിക്കർ. കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ സ്ഥാപകനും വായനാദിനത്തിന്റെ ഉപജ്ഞാതാവുമായ പി.എൻ. പണിക്കർ കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് KNFED സ്ഥാപിച്ചു. കയ്യൂർ സമരം നടന്ന വർഷം? 1941. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 1941-ൽ കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ നടന്ന ഒരു കാർഷിക സമരമായിരുന്നു കയ്യൂർ സമരം. കേരള ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണിത്. കാൽപാദത്തിൽ മുട്ടവെച്ച് അടനിൽക്കുന്ന പക്ഷി? പെൻഗ്വിൻ. പെൻഗ്വിനുകൾ തണുപ്പുള്ള ധ്രുവപ്രദേശങ്ങളിൽ മുട്ടയിട്ട് കാൽപാദത്തിൽ വെച്ച് അടയിരിക്കുന്ന പ്രത്യേകതയുള്ള പക്ഷികളാണ്. രാജ്യസഭാംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ഡൽഹി 3, പുതുച്ചേരി 1. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഡൽഹിക്കും പുതുച്ചേരിക്കും മാത്രമാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത്. ഡൽഹിക്ക് 3 അംഗങ്ങളും പുതുച്ചേരിക്ക് 1 അംഗവുമാണുള്ളത്. കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന മുഗൾ ഭരണാധികാരി? ബാബർ. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരുടെയും മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറിന്റെയും കാലഘട്ടം ഏകദേശം ഒന്നുതന്നെയായിരുന്നു. കടലാസ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം? ചൈന. കടലാസ് ആദ്യമായി കണ്ടുപിടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത് ചൈനക്കാരാണ്. ലോകമെമ്പാടുമുള്ള അറിവിന്റെ പ്രചാരണത്തിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. ഇന്ത്യയിൽ ഇഖ്ത സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? തുർക്കി സുൽത്താൻമാർ. ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന തുർക്കി സുൽത്താൻമാരാണ് ഇഖ്ത സമ്പ്രദായം നടപ്പിലാക്കിയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സൈനിക നേതാക്കൾക്ക് നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത്. വൈശേഷിക ദർശനത്തിന്റെ ഉപജ്ഞാതാവ്? കണാദമുനി. ഇന്ത്യൻ തത്വചിന്തയിലെ 6 പ്രധാന ദർശനങ്ങളിൽ ഒന്നായ വൈശേഷിക ദർശനത്തിന്റെ ഉപജ്ഞാതാവായി കണാദമുനിയെ കണക്കാക്കുന്നു. കടലിനടിയിലെ കൊടുമുടികൾ കൂടി കണക്കാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി? മൗനാക്കി. ഹവായിയിലെ മൗനാക്കി അഗ്നിപർവ്വതം കടലിനടിയിലുള്ള ഭാഗങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. തിരുവിതാംകൂറിൽ വിശാഖം തിരുനാൾ രാജാവായത് ഏതു വർഷത്തിൽ? AD 1880. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ. 1880-ൽ അദ്ദേഹം സിംഹാസനസ്ഥനായി. ആരുടെ ആസ്ഥാനകവിയായിരുന്നു ഭവഭൂതി? കനൌജിലെ യശോവർമ്മൻ. കനൌജിലെ രാജാവായിരുന്ന യശോവർമ്മന്റെ ആസ്ഥാനകവിയും പ്രമുഖ സംസ്കൃത നാടകകൃത്തുക്കളിൽ ഒരാളുമായിരുന്നു ഭവഭൂതി. ഏറ്റവും ഒടുവിൽ രൂപവൽകൃതമായ അമേരിക്കൻ സ്റ്റേറ്റ്? ഹവായ് ദ്വീപുകൾ. അമേരിക്കൻ ഐക്യനാടുകളിലെ 50ാമത്തെ സംസ്ഥാനമായി ഹവായ് ദ്വീപുകൾക്ക് 1959-ൽ അംഗീകാരം ലഭിച്ചു. കേരളത്തിലാദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനം?
മെഡിക്കൽ ട്രസ്റ്റ്, എറണാകുളം. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. ഏത് രാജ്യത്തെ സൈനികനാണ് ടോമി ആറ്റ്കിൻസ് എന്നറിയപ്പെടുന്നത്? ബ്രിട്ടൻ. ബ്രിട്ടീഷ് സൈനികരെ സാധാരണയായി അനൌദ്യോഗികമായി ടോമി ആറ്റ്കിൻസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആരുടെ ആത്മകഥയാണ് ജീവിതസമരം? സിസ്റ്റർ കേശവൻ. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവുമായിരുന്ന സിസ്റ്റർ കേശവന്റെ ആത്മകഥയാണ് ജീവിതസമരം. കേരളത്തിലാദ്യമായി ടെലിഫോൺ സ്ഥാപിച്ചത്? തിരുവിതാംകൂർ കൊട്ടാരത്തിൽ 1931. കേരളത്തിൽ ആദ്യമായി ടെലിഫോൺ സംവിധാനം നിലവിൽ വന്നത് 1931-ൽ തിരുവിതാംകൂർ കൊട്ടാരത്തിലാണ്. ഓർത്തോഗ്രാഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ എഴുത്ത്, സ്പെല്ലിംഗ്. ഓർത്തോഗ്രാഫി എന്നത് ഒരു ഭാഷയിലെ വാക്കുകളുടെ ശരിയായ എഴുത്തുരീതിയും സ്പെല്ലിംഗുമായി ബന്ധപ്പെട്ട പഠനമാണ്. വാൾഡസ് പെനിൻസുല ഏത് ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ്? തെക്കേ അമേരിക്ക. അർജന്റീനയിലെ വാൾഡസ് പെനിൻസുല തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ്. കപ്പാർട്ടിന്റെ CAPART ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. കൗൺസിൽ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് പീപ്പിൾസ് ആക്ഷൻ ആൻഡ് റൂറൽ ടെക്നോളജി CAPART എന്നത് ഗ്രാമീണ വികസനത്തിനും ജനകീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ഏജൻസിയാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിള ഒരു പ്രമുഖ മലയാള കവിയും നാടകകൃത്തുമായിരുന്നു. ശ്രീയേശു വിജയം എന്ന മഹാകാവ്യത്തിലൂടെയാണ് അദ്ദേഹം പ്രധാനമായും അറിയപ്പെടുന്നത്. സിഖ് മതത്തിന്റെ രണ്ടാമത്തെ ഗുരു ആര്? ഗുരു അംഗദ് ദേവ്. ഗുരു നാനാക്കിന് ശേഷം സിഖ് മതത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ഗുരു അംഗദ് ദേവ് ഗുരുമുഖി ലിപിക്ക് രൂപം നൽകുകയും ലംഗർ സമ്പ്രദായം വികസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ സിഖ് മതത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായിരുന്നു. അഡ്രീനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൃക്കയുടെ മുകൾ ഭാഗത്ത്. അഡ്രീനൽ ഗ്രന്ഥികൾ വൃക്കകളുടെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നതിലൂടെ ശരീരത്തിലെ സമ്മർദ്ദ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. കേരളത്തിൽ ആദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. സാധാരണക്കാർക്ക് നീതി എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി 2008-ൽ കേരളത്തിൽ മൊബൈൽ കോടതികൾക്ക് തുടക്കമായി. ഗ്രാമീണ മേഖലകളിൽ നിയമസേവനങ്ങൾ എത്തിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. അംബാസഡർ കാർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന ഉത്തർപാറ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ പഴയ അംബാസഡർ കാർ ഫാക്ടറി പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ ഉത്തർപാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ വാഹന വ്യവസായത്തിലെ ഒരു ചരിത്രപരമായ അടയാളമായിരുന്നു അംബാസഡർ കാറുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂവിഭാഗം ഏത്? ഉത്തര ഗംഗാ സമതലം. സിന്ധു ഗംഗാ സമതലത്തിന്റെ ഭാഗമായ ഉത്തര ഗംഗാ സമതലം ഫലഭൂയിഷ്ഠമായ മണ്ണും സമൃദ്ധമായ ജലലഭ്യതയും കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലകളിലൊന്നാണ്. ഗോതമ്പ്, നെല്ല്, കരിമ്പ് തുടങ്ങിയ വിളകൾ ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? കൊൽക്കത്ത. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന കൊൽക്കത്തയിൽ യൂറോപ്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനത്തിൽ നിർമ്മിച്ച നിരവധി ചരിത്രപ്രാധാന്യമുള്ള കൊട്ടാരങ്ങളും വലിയ കെട്ടിടങ്ങളുമുണ്ട്. ഈ നഗരത്തിന്റെ സമ്പന്നമായ ചരിത്രവും വാസ്തുവിദ്യയും ഈ പേരിന് പിന്നിലുണ്ട്. മൗര്യവംശം സ്ഥാപിച്ചത് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. BCE 4-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. നന്ദരാജവംശത്തെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ അദ്ദേഹം ഇന്ത്യയുടെ വലിയൊരു ഭാഗം ഭരിച്ച ഒരു വലിയ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ഏത്? പീലിക്കോട്, കാസർകോട് ജില്ല.
ഗ്രാമീണ ശുചിത്വം, പ്രത്യേകിച്ച് തുറന്ന സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഇല്ലാതാക്കുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം. കാസർകോട് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്ത് ഈ ബഹുമതി നേടിയ ആദ്യത്തെ പഞ്ചായത്തുകളിലൊന്നാണ്. ഏത് സംഘടനയുടെ മുഖപത്രമാണ് സർവീസ്? NSS നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ഔദ്യോഗിക മുഖപത്രമാണ് സർവീസ്. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും വേണ്ടിയുള്ള NSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇത് വിവരങ്ങൾ നൽകുന്നു. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? സിസ്റ്റർ കേശവൻ. 1930കളിൽ തിരുവിതാംകൂറിലെ സർക്കാർ ജോലി വിതരണത്തിലെ അസമത്വങ്ങൾക്കെതിരെ പിന്നോക്ക വിഭാഗക്കാർ നടത്തിയ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു സിസ്റ്റർ കേശവൻ. ഈ പ്രക്ഷോഭം സാമുദായിക സംവരണത്തിന് വഴിയൊരുക്കി. വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരള നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിനടുത്തുള്ള വക്കം എന്ന സ്ഥലത്താണ്. അൽ ഇസ്ലാം, സ്വദേശാഭിമാനി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ അദ്ദേഹം നവോത്ഥാന ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? SNDP. യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി സ്ഥാപിച്ച SNDP. യോഗത്തിന്റെ മുഖപത്രമാണ് യോഗനാഥം. സമുദായ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി ഇത് നിലകൊള്ളുന്നു. ഗാന്ധിജിയുടെ ക്ഷണമനുസരിച്ച് 1912-ൽ ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച നേതാവ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ക്ഷണം സ്വീകരിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവസ്ഥ മനസ്സിലാക്കാനും പിന്തുണ നൽകാനും അവിടെയെത്തി. ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് പ്രചോദനമായി. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ആര്? ഡോക്ടർ ജോൺ മത്തായി. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും പിന്നീട് ധനമന്ത്രിയുമായിരുന്ന ഡോക്ടർ ജോൺ മത്തായി സ്വതന്ത്ര ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭയിലെത്തിയ ആദ്യത്തെ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക രംഗത്തെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. വിജയാന്ത, അർജുൻ തുടങ്ങിയ ടാങ്കുകൾ നിർമ്മിച്ചത് എവിടെയാണ്? ആവടി. തമിഴ്നാട്ടിലെ ആവടിയിലുള്ള ഹെവി വെഹിക്കിൾസ് ഫാക്ടറി HVF ആണ് ഇന്ത്യൻ സൈന്യത്തിനായുള്ള ടാങ്കുകൾ നിർമ്മിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. വിജയാന്ത, അർജുൻ തുടങ്ങിയ യുദ്ധടാങ്കുകൾ ഇവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. ഓരോ സംസ്ഥാനത്തിനും ഒരു അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടാകും. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ നിയമോപദേശകനായ ഇദ്ദേഹത്തെ സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 165-ാം അനുച്ഛേദം അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കേരള കൗമുദി പത്രം ആരംഭിച്ചത് ആര്? കെ. സുകുമാരൻ. കേരള കൗമുദി മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രമാണ്. കെ. സുകുമാരൻ അതിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ കേരളത്തിന്റെ മാധ്യമരംഗത്ത് വലിയ സംഭാവനകൾ നൽകി. കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ആര്? കോവുണ്ണി നെടുങ്ങാടി. മലയാള ഭാഷാ വ്യാകരണത്തിന് കോവുണ്ണി നെടുങ്ങാടി രചിച്ച പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കേരള കൗമുദി. മലയാള ഭാഷയുടെ പഠനത്തിൽ ഈ കൃതിക്ക് വലിയ സ്ഥാനമുണ്ട്. ചിത്രകാരനായ വാൻഗോഗ് ജനിച്ച രാജ്യം ഏത്? നെതർലാൻഡ്സ്. ലോകപ്രശസ്തനായ ചിത്രകാരൻ വിൻസെന്റ് വാൻഗോഗ് നെതർലാൻഡ്സിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ചിത്രങ്ങൾ ആധുനിക കലയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധി 1936-ൽ സ്ഥാപിച്ച ആശ്രമമാണ് സേവാഗ്രാം. ഗാന്ധിജിയുടെ ഗ്രാമവികസന, സ്വാശ്രയ ആശയങ്ങൾക്ക് ഈ ആശ്രമം ഒരു കേന്ദ്രമായിരുന്നു. കേരളത്തിലെ ഊട്ടിയെന്ന് വിളിക്കുന്ന റാണിപുരത്തിന്റെ പഴയ പേരെന്താണ്? മാടത്തുമ്മല. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് റാണിപുരം. അതിന്റെ പ്രകൃതിരമണീയതയും കാലാവസ്ഥയും കാരണം ഇത് കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നു.
കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാർ. കേരളത്തിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. വാസ്കോഡ്ഗാമയുടെ വരവോടെ കേരള ചരിത്രത്തിൽ അവർക്ക് പറങ്കികൾ എന്ന വിശേഷണം ലഭിച്ചു. സലാർ ജംഗ് മ്യൂസിയം എവിടെയാണ്? ഹൈദരാബാദിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഹൈദരാബാദിലെ സലാർ ജംഗ് മ്യൂസിയം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കലാസൃഷ്ടികളും പുരാവസ്തുക്കളും ഇവിടെയുണ്ട്. കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനും എന്നറിയപ്പെട്ടത് ആരാണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ സംഗീതത്തിലും കലയിലും വലിയ താൽപര്യം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാനത്തിന് വഴിയൊരുക്കി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഡർബനിനടുത്ത് ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിച്ച വർഷം ഏതാണ്? 1904. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹ സമരത്തിന് മുന്നോടിയായി സാമൂഹിക ജീവിതം നയിക്കുന്നതിനായി സ്ഥാപിച്ച ആശ്രമമാണ് ഫീനിക്സ് സെറ്റിൽമെന്റ്. ലളിത ജീവിതം, സ്വയംപര്യാപ്തത എന്നിവയായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ. നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നത് ഏത് അവയവത്തിലാണ്? ആമാശയം. ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തികട്ടിയെത്തുമ്പോഴാണ് നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നത്. ഇത് ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ പ്രശ്നമാണ്. മേപ്പിളിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കാനഡ. കാനഡയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ഒന്നാണ് മേപ്പിൾ ഇല. കനേഡിയൻ പതാകയിലും ഇത് കാണാം. മേപ്പിൾ സിറപ്പിനും കാനഡ പ്രശസ്തമാണ്. മെനാൻഡറെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ആരാണ്? നാഗസേനൻ, നാഗാർജുനൻ. ഇൻഡോ ഗ്രീക്ക് രാജാവായ മെനാൻഡറെ ബുദ്ധമതത്തിലേക്ക് മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നാഗസേനനാണ്. മിലിന്ദബൻഹ എന്ന ഗ്രന്ഥം മെനാൻഡറും നാഗസേനനും തമ്മിലുള്ള സംഭാഷണങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ്? കീചകവധം. ആദ്യകാല തമിഴ് സിനിമകളിൽ ഒന്നായിരുന്ന കീചകവധം 1916 നടരാജ മുതലിയാർ സംവിധാനം ചെയ്തു. ഇത് ദക്ഷിണേന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. മേരി ഇവാൻസ് ഏതു പേരിലാണ് പ്രസിദ്ധി ആർജിച്ചത്? ജോർജ് എലീഡ്. മേരി ആൻ ഇവാൻസ് എന്ന എഴുത്തുകാരി ജോർജ് എലീഡ് എന്ന തൂലികാനാമത്തിലാണ് പ്രശസ്തയായത്. മിഡിൽ മാർച്ച് ഉൾപ്പെടെയുള്ള നോവലുകൾക്ക് അവർ പ്രസിദ്ധയാണ്. സിന്ധു സംസ്കാര കേന്ദ്രമായ റോബർ ഏത് നദിയുടെ തീരത്തായിരുന്നു? സത്ലജ്. പഞ്ചാബിലെ റോബർ, രൂപനഗർ, സിന്ധു നദീതട സംസ്കാരത്തിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. സത്ലജ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് പുരാവസ്തു ഗവേഷണങ്ങൾക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ജില്ലകൾ തിരുവിതാംകൂറിൽ 1949 മുൻപ് എന്തുപേരിലാണ് അറിയപ്പെട്ടിരുന്നത്? റവന്യൂ ഡിവിഷൻ. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ 1949 മുൻപ് ഭരണപരമായ സൗകര്യങ്ങൾക്കായി റവന്യൂ ഡിവിഷനുകൾ എന്നറിയപ്പെട്ടിരുന്ന വിഭാഗങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഇവ ജില്ലകളായി പുനഃക്രമീകരിക്കപ്പെട്ടു. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇത്. മേരി ക്യൂറി ജനിച്ച രാജ്യം ഏതാണ്? പോളണ്ട്. 2 നോബൽ സമ്മാനങ്ങൾ നേടിയ ആദ്യ വനിതയായ മേരി ക്യൂറി പോളണ്ടിലെ വാർസോയിലാണ് ജനിച്ചത്. റേഡിയോ ആക്റ്റീവതയെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങൾ ഭൗതികശാസ്ത്രത്തിലും രസതന്ത്രത്തിലും വിപ്ലവം സൃഷ്ടിച്ചു. ആലപ്പുഴ ജില്ലയിൽ പ്രാചീനകാലത്തുണ്ടായിരുന്ന ബുദ്ധമത കേന്ദ്രം? ശ്രീമൂലവാസം. പ്രാചീന കേരളത്തിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന ബുദ്ധമത കേന്ദ്രമായിരുന്നു ശ്രീമൂലവാസം. ഇത് കേരളത്തിൽ ബുദ്ധമതത്തിനുണ്ടായിരുന്ന സ്വാധീനം വ്യക്തമാക്കുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം? ബോവർ യുദ്ധം. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്താണ് 1899 മുതൽ 1902 വരെ ബോവർ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് രൂപീകരിച്ചു.
ശകരാജാവായ രുദ്രസിംഹനെ വധിച്ച ഗുപ്തരാജാവ്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ഗുപ്തസാമ്രാജ്യത്തിലെ പ്രമുഖ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അഥവാ വിക്രമാദിത്യൻ പടിഞ്ഞാറൻ ക്ഷത്രപരുടെ അവസാനത്തെ ശകരാജാവായ രുദ്രസിംഹൻ മൂന്നാമനെ പരാജയപ്പെടുത്തി. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആര്? മൈക്കിൾ ഫാരഡേ. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ മൈക്കിൾ ഫാരഡേയാണ് വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത്. ഇത് ജനറേറ്ററുകളുടെയും ട്രാൻസ്ഫോർമറുകളുടെയും പ്രവർത്തനത്തിന് അടിസ്ഥാനമാണ്. പ്ലേഗിന് കാരണമായ രോഗാണു. യെർസീനിയ പെസ്റ്റിസ്. യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ് പ്ലേഗ് രോഗത്തിന് കാരണം. ഈ രോഗം ചരിത്രത്തിൽ വലിയ മഹാമാരികൾക്ക് കാരണമായിട്ടുണ്ട്. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി. കാക്ക. ചത്ത ജന്തുക്കളെയും മാലിന്യങ്ങളെയും ഭക്ഷിക്കുന്നതിലൂടെ പരിസ്ഥിതിയെ ശുചിയാക്കുന്നതിൽ കാക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ അവയെ പ്രകൃതിയുടെ തോട്ടി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മഹാവിഭാഷ രചിച്ചത് ആര്? വസുമിത്രൻ. ബുദ്ധമതത്തിലെ സർവാസ്തിവാദ വിഭാഗത്തിന്റെ ഒരു പ്രധാന ഗ്രന്ഥമാണ് മഹാവിഭാഷ. വസുമിത്രന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിത സംഘമാണ് ഇത് രചിച്ചതെന്ന് കരുതപ്പെടുന്നു. ബേക്കിംഗ് സോഡയുടെ അപ്പക്കാരം രാസനാമം. സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയുടെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. ഇത് പാചകത്തിലും ശുചീകരണത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. അഖില കേരള ബാലജന സഖ്യം രൂപവത്കരിച്ചത് ആര്? KC മാമ്മൻ മാപ്പിള. കുട്ടികളുടെ സർഗാത്മകവും സാമൂഹികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി KC മാമ്മൻ മാപ്പിളയാണ് അഖില കേരള ബാലജന സഖ്യം സ്ഥാപിച്ചത്. ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ്. ഹോം പേജ്. ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ ആദ്യം കാണുന്ന പേജാണ് ഹോം പേജ്. ഇത് വെബ്സൈറ്റിലെ മറ്റ് പേജുകളിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി പ്രവർത്തിക്കുന്നു. കുറ്റാന്വേഷണ കൃതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്ഗാർ അലൻ പോ. എഡ്ഗാർ അലൻ പോ ഒരു അമേരിക്കൻ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തെ പലപ്പോഴും കുറ്റാന്വേഷണ കഥകളുടെ പിതാവായി കണക്കാക്കുന്നു. അലി സഹോദരന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായവർ മൗലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനികളാണ് മൗലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും. ഇവർ അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടു. പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനമെന്ന് പറഞ്ഞത് ഹക്സ്ലി. പ്രശസ്ത ജീവശാസ്ത്രജ്ഞൻ തോമസ് ഹെൻറി ഹക്സ്ലിയാണ് പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ ഭൗതികപരമായ അടിസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടത്. ജീവശാസ്ത്ര ചിന്തകളിൽ ഇതൊരു പ്രധാന ആശയമാണ്. മധുരൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത് പരാന്തക ചോളൻ ഒന്നാമൻ. ശ്രീലങ്കയിലെ മധുര ആക്രമിച്ചു കീഴടക്കിയ ചോളരാജാവായ പരാന്തക ചോളൻ ഒന്നാമനാണ് മധുരൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത്. ചോള സാമ്രാജ്യത്തിന്റെ വികാസത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരി ലീല നമ്പൂതിരിപ്പാട്. പ്രശസ്ത മലയാള സാഹിത്യകാരി ലീല നമ്പൂതിരിപ്പാട് സുമംഗല എന്ന തൂലികാനാമത്തിലാണ് പ്രധാനമായും എഴുതിയിരുന്നത്. കുട്ടികൾക്കുള്ള കഥകളിലൂടെയാണ് അവർ കൂടുതൽ അറിയപ്പെടുന്നത്. സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം നിക്കരാഗ്വ. മധ്യ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് നിക്കരാഗ്വ. പസഫിക് സമുദ്രത്തിനും കരീബിയൻ കടലിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബോറിസാൽപുര ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന കടുവാ സങ്കേതമാണ് ബോറിസാൽപുര ടൈഗർ റിസർവ്. കടുവകളുടെ സംരക്ഷണത്തിൽ ഇത് വലിയ പങ്ക് വഹിക്കുന്നു. പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവം പ്രസിദ്ധമാണ്. ഏറ്റവും കൊഴുപ്പുള്ള പാൽ ഏത് മൃഗത്തിന്റേതാണ്? മുയൽ. മുയലിന്റെ പാലിൽ മറ്റ് പല സസ്തനികളെക്കാളും ഉയർന്ന അളവിൽ കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്.
ഇത് അതിവേഗം വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നു. ദച്ചിഗാം വന്യജീവി സങ്കേതം എവിടെയാണ്? ശ്രീനഗർ. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ദച്ചിഗാം വന്യജീവി സങ്കേതം പ്രധാനമായും ഹാങ്കുൾ എന്നറിയപ്പെടുന്ന കാശ്മീരി സ്റ്റാഗിന്റെ സംരക്ഷണത്തിനായി സ്ഥാപിച്ചതാണ്. ഹിമാലയൻ ബ്ലാക്ക് ബെയർ പോലുള്ള മറ്റു മൃഗങ്ങളെയും ഇവിടെ കാണാം. ഏറ്റവും ചെറിയ പൂവ് ഏത്? വുൾഫിയ. വുൾഫിയ എന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ പൂക്കളുള്ള സസ്യമാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ സസ്യം ഒരു അരിമണിയുടെ വലുപ്പം മാത്രമേയുള്ളൂ. ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജന്തു? കങ്കാരു എലി. വടക്കേ അമേരിക്കയിലെ മരുഭൂമികളിൽ കാണപ്പെടുന്ന കങ്കാരു എലികൾക്ക് നേരിട്ട് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. അവ കഴിക്കുന്ന വിത്തുകളിൽ നിന്ന് ആവശ്യമായ ജലം ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര്? അംശി നാരായണപിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറെ പ്രചാരം നേടിയ ദേശഭക്തിഗാനമാണ് വരിക വരിക സഹചരെ. ഈ ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. എഡിസൺ ജനിച്ച അമേരിക്കൻ പട്ടണം? മിലാൻ, ഒഹായോ. പ്രശസ്ത ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ തോമസ് ആൽവ എഡിസൺ 1847-ൽ അമേരിക്കയിലെ ഒഹായോ സംസ്ഥാനത്തുള്ള മിലാൻ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ബൾബ്, ഫോണോഗ്രാഫ് തുടങ്ങിയ നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗർഭകാലമുള്ള സസ്തനി? വിർജീനിയ ഓപ്പോസം. വിർജീനിയ ഓപ്പോസത്തിന് വളരെ കുറഞ്ഞ ഗർഭകാലമാണുള്ളത്, ഏകദേശം 12 മുതൽ 14 വരെ ദിവസങ്ങൾ മാത്രം. ചെറിയതും അവികസിതവുമായ കുഞ്ഞുങ്ങളെയാണ് ഇവ പ്രസവിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ പിന്നീട് അമ്മയുടെ സഞ്ചിയിൽ കിടന്നു വളരുന്നു. ഡാർവിന്റെ പരിണാമ ഗവേഷണങ്ങൾക്ക് വേദിയായ ദ്വീപ്? ഗാലപ്പഗോസ്. ചാൾസ് ഡാർവിൻ തന്റെ ബീഗിൾ കപ്പലിൽ നടത്തിയ യാത്രക്കിടെ ഗാലപ്പഗോസ് ദ്വീപുകളിൽ സന്ദർശിക്കുകയും അവിടുത്തെ ജന്തുജാലങ്ങളെ നിരീക്ഷിച്ച് പരിണാമ സിദ്ധാന്തത്തിന് ആവശ്യമായ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന മത്സ്യം? വാൾ മത്സ്യം, സ്വേഡ് ഫിഷ്. വാൾ മത്സ്യം അഥവാ സ്വേഡ് ഫിഷ് ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മത്സ്യങ്ങളിൽ ഒന്ന്. മണിക്കൂറിൽ 97 കിലോമീറ്ററിലധികം വേഗതയിൽ നീന്താൻ ഇവയ്ക്ക് കഴിയും. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ? ഉറുദു. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് ഉറുദു. കശ്മീരി, ഡോഗ്രി, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ മറ്റു ഭാഷകളും ഇവിടെ സംസാരിക്കപ്പെടുന്നുണ്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? 1984. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി 1984-ൽ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ഈ നിത്യഹരിത വനം ജൈവവൈവിധ്യത്തിന് പേരുകേട്ടതാണ്. എഡ്വിൻ അർണോൾഡിന്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ്? ശ്രീബുധൻ. ബ്രിട്ടീഷ് കവി എഡ്വിൻ അർണോൾഡിന്റെ 1879-ൽ പ്രസിദ്ധീകരിച്ച ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കാവ്യം ഗൗതമ ബുദ്ധന്റെ ജീവിതത്തെയും തത്വചിന്തകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ബുദ്ധന്റെ ജീവിതത്തെക്കുറിച്ച് പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഈ കൃതി ഒരു പ്രധാന പങ്ക് വഹിച്ചു. ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേകതരം സങ്കോചവികാസത്തിന്റെ പേര്? പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്നത് അന്നനാളത്തിലെ പേശികളുടെ ക്രമാനുഗതമായ തരംഗ ചലനമാണ്. ഈ ചലനം ആഹാരത്തെ വായിൽ നിന്ന് ആമാശയത്തിലേക്ക് തള്ളിനീക്കാൻ സഹായിക്കുന്നു. ദഹനവ്യവസ്ഥയിലെ പല ഭാഗങ്ങളിലും ഇത് നടക്കുന്നു. ഈസ്റ്റിൽ ഏറ്റവുമധികം അടങ്ങിയിരിക്കുന്ന ജീവകം? റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ അഥവാ വിറ്റാമിൻ B2 ഈസ്റ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിലെ ഊർജ്ജ ഉൽപാദനത്തിനും കോശവളർച്ചയ്ക്കും വികാസത്തിനും അത്യന്താപേക്ഷിതമാണ്. മിക്കവാറും ബി വിറ്റാമിനുകൾ ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇന്ത്യയിലെ ഏറ്റവുമധികം വരുമാനമുള്ള ക്ഷേത്രം? തിരുപ്പതിയിലെ വെങ്കടേശ്വര ക്ഷേത്രം. ആന്ധ്രാപ്രദേശിലെ തിരുമലയിലുള്ള വെങ്കടേശ്വര ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും വരുമാനമുള്ളതുമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു.
ഇന്ത്യയിലെ ഏറ്റവുമധികം വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം? ഉന്നാവോ. ഉത്തർപ്രദേശിലെ ഉന്നാവോ ലോക്സഭാ മണ്ഡലത്തിനാണ് ഏറ്റവുമധികം വോട്ടർമാരുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച് ഈ മണ്ഡലത്തിൽ വോട്ടർമാരുടെ എണ്ണം വളരെ വലുതാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ബാലാമണിയമ്മയുടെ ആദ്യത്തെ കാവ്യസമാഹാരം? കൂപ്പുകൈ. പ്രശസ്ത മലയാള കവയിത്രി ബാലാമണിയമ്മയുടെ ആദ്യത്തെ കവിതാസമാഹാരമാണ് കൂപ്പുകൈ. ഈ കൃതിയിലൂടെയാണ് അവർ സാഹിത്യലോകത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു തുടങ്ങിയത്. അവർക്ക് പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരുടെ പേരിലാണ് നടത്തുന്നത്? രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിയാണ് രാജ്യത്തിന്റെ ഔപചാരിക തലവൻ. സർക്കാരിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പേരിലാണ് നടത്തപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശമനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്.